അത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് UDFന്റെ ഭരണത്തിലായിരുന്നു, LDFന്റെ ഭരണത്തിലായിരുന്നു. ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് UDFന്റെ കൈകളിലേക്ക് എത്തിച്ചു. ഇതും നിലപാടല്ല. അപ്പോൾ നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞു. ഇപ്പോ UDFന് കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. UDFന്റെ ലീഡർഷിപ്പ് ഈ മാസം 2-ാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ച് പോകാൻ വേണ്ടി UDF നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട MM ഹസൻ അന്നത്തെ UDF കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും UDF ചെയർമാനായ VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് PV അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഒരു വിവരവുമില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മാസം 15-ാം തീയതി അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ 2026-ൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എടുക്കേണ്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും വിശദമായിട്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഉച്ചഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല, എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല. ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം, വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഞാൻ മുൻ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതിലെ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം 2-3 കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു. ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ LDFന് വോട്ട് ചെയ്തത് ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു. 3-ാമത്തെ കാര്യം, വീണ്ടും LDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. 3-ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ LDF അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ, അതിനല്ലേ ഞാൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാവണ്ടേ? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ചോർന്നത്.
ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ അത്ര വലിയ